നമുക്ക് സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബോ ഉണ്ടാക്കിയാലോ. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം 10ഉം വീതി 4ഉം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ തുണീനെ നമ്മൾ അതിൻ്റെ ചീത്ത വശം എടുത്തിട്ട് ചീത്ത വശത്തിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഞാനിവിടെ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി ഒന്ന് നഖം വെച്ചിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കും. ഇല്ലേ വിരൽ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുമ്പം തന്നെ അത് നല്ല അയൺ ചെയ്തതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ തുണീൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ പകുതിയാക്കി മടക്കുക. അതിനുശേഷം വീഡിയോയിലുള്ളതുപോലെ സെൻറ്റർ കിട്ടിയതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തുനിന്നും ഇപ്പുറത്തെ ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് മടക്കി വെക്കണം. അതിനുശേഷം ഇതിനെ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഞൊറി വിട്ട് കൊടുക്കണം. അപ്പം നമുക്കൊരു ബോനെ പോലെ കിട്ടും. കാണാനൊക്കെ ഒരു ബോൻ്റെ ഒരു ലുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു പീസാണ് വേണ്ടത്. ഇതും ഞാൻ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ടുള്ളതാണ്. അതായത് നേരിയതായിട്ട് മടക്കി കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് അത്രയും വേണ്ടി വരില്ല. ഒരു 2 ചുറ്റും 3 ചുറ്റൊക്കെ ചുറ്റാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എനിക്ക് ബാലൻസ് വരുന്നത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുകൂടി ഉണ്ട്. അപ്പോൾ നമുക്കിത് അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് ഇത്. നമ്മളെ കയ്യിൽ പലതരത്തിലുള്ള തുണികളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്കതൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ക്ലിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന 7000ൻ്റെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഭയങ്കര ഒരു വാട്ടർ പ്രൂഫൊക്കെ ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. നല്ല പോലെ തന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. നമ്മളിതിന് ഇനിയൊരു ക്ലിപ്പിലേക്കും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സെയിം പശ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു പശയാണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ സ്ഥിരം ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പശയാണിത്. ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ് സാധനം. അപ്പോൾ നമ്മൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളൊന്നുമല്ല. അതിനേക്കാളും വേറെ എന്തെങ്കിലും വളരെ കുറഞ്ഞ വാക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് ഇതിനെ വിശേഷിപ്പിക്കാം. ഇനി നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നാണെങ്കിലും നിങ്ങൾ ക്ലോത്ത് നിങ്ങളുടെ കൈമിലുണ്ട്, പശയുണ്ട്, ക്ലിപ്പൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം, ലൈക്ക് ചെയ്യണം. ബായ്.